ഗുണ്ടൽപേട്ടയിലെ സമതുക്കയുടെ പച്ചക്കറിത്തോട്ടം ഞങ്ങൾ ഇന്നലെ സന്ദർശിച്ചു. പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ തക്കാളി കൃഷിയാണ് ഞങ്ങൾ ആദ്യം കാണാൻ പോയത്. 2 ബാച്ചുകളിലായിട്ടാണ് തക്കാളി കൃഷി ചെയ്യുന്നത്. ആദ്യ ബാച്ചിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അടുത്ത ബാച്ചിന്റെ വിളവെടുപ്പ് ഏകദേശം 1.5 മാസം കഴിഞ്ഞാൽ ആരംഭിക്കും. ജലലഭ്യതക്കുറവും തൊഴിലാളി ക്ഷാമവും കർഷകർക്ക് ഒരു വെല്ലുവിളിയാണ്. കമ്പോളങ്ങളിൽ വില കൂടുതലുള്ള പച്ചക്കറികൾ വിളവെടുപ്പ് നടക്കുമ്പോൾ കൂടുതൽ കൂലി ലഭിക്കുന്നു എന്ന കാരണത്താൽ തൊഴിലാളികൾ ആ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇത് വില കുറഞ്ഞ പച്ചക്കറികളുടെ വിളവെടുപ്പ് സമയത്ത് തൊഴിലാളി ക്ഷാമം നേരിടാൻ കാരണമാവുന്നു. പച്ചക്കറി തോട്ടങ്ങളുടെ മധ്യഭാഗത്താണ് ഈ മുത്തശ്ശി പുളിമരം സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്കും തൊഴിലാളികൾക്കും അല്പം വിശ്രമിക്കാൻ പറ്റിയ ഒരിടം. പുളിമരത്തിന്റെ താഴെയുള്ള ആ തണുത്ത കാറ്റ് ആസ്വദിച്ച് ചിരിയും തമാശകളുമായി ഒരുപാട് സമയം ഞങ്ങളും അവിടെ ചിലവഴിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ വന്നതറിഞ്ഞ് അവിടെയുള്ള തൊഴിലാളികൾ ശർക്കര ചേർത്ത ചായ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു. പിന്നീട് ഞങ്ങൾ പോയത് മത്സ്യകൃഷി നടത്തുന്ന കുളത്തിനരികിലേക്കാണ്. ശേഷം തൊട്ടടുത്തുള്ള കാബേജ് കൃഷി കാണാൻ പോയി. കാബേജ് കൃഷിയുടെ വിളവെടുപ്പിന് ഇനിയും 1 മാസം ബാക്കിയുണ്ട്. ഗുണ്ടൽപേട്ടക്കാരനും സമതുക്കയുടെ സുഹൃത്തുമായ നാഗുവിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ചായ കുടിച്ചതിന് ശേഷം സമതുക്ക നൽകിയ പച്ചക്കറികളുമായി കൃത്യം 6 മണിക്ക് സന്തോഷത്തോടെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി.